മനോജേട്ടാ നമസ്കാരം. സുഖമായിട്ടിരിക്കണോ? കുറെ നാൾക്ക് ശേഷമാണ് കാണുന്നത്. ഓർമ്മയുണ്ടോ? അത് അത്രയും ഓർമ്മയുണ്ടല്ലേ? ഒരുപാട് സന്തോഷം ചേട്ടാ. അപ്പം എനിക്കറിയാം നല്ല തിരക്കിലാണ് ചേട്ടൻ, അങ്ങോട്ടേക്ക് പോകാനൊക്കെ ഉള്ള തിരക്കിലാണ്. പക്ഷെ എന്നാലും വീണ്ടും അല്ലെ എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ ഗ്യാതറിംഗ് വരാണ്. ഒരു വർഷത്തിലെ ഏറ്റവും സന്തോഷത്തോടെ മാർക്ക് ചെയ്യുന്ന ഒരു ഡേറ്റ് ആയത്. നമ്മള് മലയാളികൾ ഓണം വിഷു അല്ലേ? അതെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ ദിവസമാണ്. അപ്പൊ ആ ദിവസം ഒത്തുകൂടുന്നതിന്റെ ഏറ്റവും വലിയ ഈ വർഷം മനോജനെ സംബന്ധിച്ച് സന്തോഷം ഡബിൾ ട്രിപ്പിൾ ഇരട്ടിയാണ്. കുഞ്ഞാറ്റ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. മോളെ സിനിമയിലേക്ക് എത്തുന്നു, അതിന്റെ വലിയൊരു സന്തോഷമുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? രണ്ടു വാക്ക് പറയാൻ ഞങ്ങൾക്ക് സന്തോഷം മാത്രം. ഇവിടെ ഒരു പാരമ്പര്യം പിന്തുടർന്ന് ഒരാൾ എത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ വലിയൊരു ദൈവാനുഗ്രഹമാണ്. മകള് ഉടനെ തന്നെ അമ്മയിലേക്ക് ഉണ്ടാവോ? എങ്ങനെയാണ് നമ്മുടെ ഈ സംഘടനയിലേക്ക്? അതിനൊക്കെ ചില പ്രോട്ടോകോൾ ഇവിടെ കുറച്ച് പടങ്ങളൊക്കെ വന്ന് ഒരു പോപ്പുലർ ആയതിനു ശേഷമല്ലേ ഇവിടെ അങ്ങനെ കൊടുക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ. അപ്പം ഒരുപാട് സന്തോഷം. അപ്പം ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങളോടെ കാണാൻ സാധിക്കട്ടെ. അപ്പം എൻജോയ് ചെയ്യാം ചേട്ടാ. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഒരുപാട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മളുടെ പ്രിയപ്പെട്ട നടനും, അതുപോലെ നമ്മൾ ഒരുപാട് കേട്ട് നമുക്ക് എന്താ പറയുക, നമ്മളുടെ ചെവിട്ടിൽ എപ്പോഴും ഒരുപാട് ഇഷ്ടമുള്ള ശബ്ദം, പിന്നെന്താ ഒരുപാട് ഇഷ്ടമുള്ള ഒരു അമ്മയും കൂടെ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര വിശേഷങ്ങളിലൊക്കെയാണെന്ന് എനിക്കറിയാം അല്ലേ? കണ്ടുമുട്ടലിന്റെ ആ ഒരു സന്തോഷം അല്ലേ? അപ്പൊ എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനായിട്ടുള്ളത്? സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടുമുട്ടിയത്. അതാണ് തീർച്ചയായിട്ടും. ഒരു രണ്ട് വരി, നമുക്ക് എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ശബ്ദമാണെങ്കിൽ പോലും ഒരു രണ്ട് വരി ഡയലോഗ്, ഒന്ന് എന്റെ പേഴ്സണൽ റിക്വസ്റ്റ്, എന്തെങ്കിലും നമ്മൾ സീരിയലിലോ അല്ലെങ്കിൽ സിനിമയ്ക്കോ പ്രൊമോട്ട് ചെയ്യുന്ന ഇന്നത്തെ ഈ ഒരു വിഷയം വെച്ച് തന്നെ നമുക്ക് പറയാലോ. അമ്മയുടെ 31ാമത് വാർഷിക പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത്. ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഈ ശബ്ദത്തിൽ നേരിട്ട് കേൾക്കാൻ സാധിക്കാതെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു നിമിഷം തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. ആൻസറിലേക്ക് വരുമ്പോൾ പറഞ്ഞില്ലല്ലോ എന്തൊക്കെയാണ് സന്തോഷം? വളരെ സന്തോഷമാണ്. 95 തൊട്ട് അമ്മയുടെ മെമ്പറാണ്. അപ്പോൾ ഞാൻ ജനിച്ച വർഷമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രായമായിട്ട് അദ്ദേഹം ഈ സംഘടനയിലെ അംഗമാണെന്ന് പറയുന്നതിൽ അഭിമാനമാണ് അല്ലേ? അപ്പോൾ എല്ലാ ജനറൽ ബോഡിക്കും വരാറുണ്ട്. ഒരു ഒത്തുകൂടലിൻ്റെയും ഒരു ഓർമ്മ പുതുക്കലിൻ്റെയും ഒക്കെ ഒരു സുഖമുണ്ട് അതിന്. ഒരുപാട് താരങ്ങളെ ഒരുമിച്ച് കാണാൻ സാധിക്കും. താരങ്ങളല്ല, കാരണം നമ്മളെ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ സഹപ്രവർത്തകരാണ്, കുടുംബാംഗങ്ങളാണ്. അതെ, അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് ഇന്ന് ഫുൾ ഡേ ഇവിടെ ഉണ്ടാവുമല്ലോ? ഉണ്ടാവും. അപ്പൊ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ചേച്ചി കറങ്ങി തന്നെയോ? എന്തായാലും ചേച്ചി വന്ന ചേച്ചിയുടെ കയ്യിൽ കുറച്ചധികം ഭാരമുള്ള സമ്മാനങ്ങളൊക്കെ ഉണ്ട്. ചേച്ചി ഞാൻ ഒരു കാര്യം സത്യം പറയട്ടെ, ചേച്ചി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തില്ല. എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന 500 സിനിമയിലെ ആണാണെങ്കിൽ അടിയടാ ചേച്ചിനെ കടപ്പുറം കാർത്തിയാനി ഇതാ എന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാണ്. ചേച്ചി എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു ജേണിയാണിത് അല്ലെ? കാരണം ഈ ഒരു ജേണിയിൽ ഇങ്ങനെ ഇവിടെ എത്തി നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷാന്ന് എനിക്കറിയാം. അതിനേക്കാൾ ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഒരു വർഷം ഞങ്ങളുടെ ഈ ആഘോഷത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് എപ്പോഴും. അതിന് പുറകിൽ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ, അതെന്താ കൂടെ ഒന്ന് പറയോ? അല്ല, അങ്ങനെയല്ല, എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരേ ഒരു അവസരമാണ്. നമ്മളൊരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള കുറച്ച് ആൾക്കാരെ കാണും, പിന്നെ പോവും. ഇത് അങ്ങനെയല്ല, ഇതെല്ലാവരും ഒരുമിച്ച് കാണുക, എല്ലാവരും തുല്യതയിൽ നിൽക്കുന്ന ഒരു സമയം. അവിടെ ഒരു താരങ്ങളല്ല, ഞങ്ങൾ കുടുംബങ്ങളാണ്. അപ്പൊ അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ അംഗങ്ങളാണ്, അത് കുടുംബാംഗങ്ങളാണ്. അപ്പൊ ആ ഒരു അവസരം ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നുന്നു ചേച്ചിയും ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചധികമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ചേച്ചി വന്നത്. കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഈ വർഷവും വന്നിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ആരെയായിരിക്കും ഈ കൂട്ടത്തിൽ ആദ്യം കാണാനായിട്ട് ഒന്ന് കണ്ണോടിക്കുക? അങ്ങനെ ചോദിച്ചാൽ ആരായിരിക്കും പറയണ്ടാവും? അങ്ങനെയില്ല, എല്ലാവരും അങ്ങനെ പറയാൻ പറ്റില്ല. അതെനിക്കിട്ടൊരു പാരയാണ്, അത് ഞാൻ പറയില്ല. ഒരാളെ ഉണ്ടെങ്കിലും പറയില്ല. അപ്പൊ ആരും ഉണ്ട്, പക്ഷെ ചേച്ചി പറയത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും സുഹൃത്തുക്കളൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും കാണാം. കിട്ടിയ സമ്മാനങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. എന്തായാലും താങ്ക് യു വെരി മച്ച് ചേച്ചി. താങ്ക് യു. അപ്പൊ നമ്മുടെ റോബോട്ടിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞല്ലേ, സംസാരിച്ചുകൊണ്ടൊക്കെ ഇവിടെ നിൽക്കുകയാണ്. എനിക്കൊരു മലയാള സിനിമയിലെ നട്ടിലുള്ള ഒരു വക്കീൽ കഥാപാത്രത്തിലൂടെ അവാർഡ് നേടിയെടുത്തൊരു വലിയൊരു നടനാണ് എൻ്റെ കൂടെ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ സാധിച്ചതിൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്റെ പേര് ഏഞ്ചൽ മേരി. ഇവിടെ എറണാകുളം എടപ്പള്ളി തന്നെ. അപ്പം വിശേഷം പറയാം. നല്ല വിശേഷം. സുഖമായിട്ടിരിക്കണോ? എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മളുടെ ഈ ഒരു 31ാമത് നമ്മുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിൽ വന്നിട്ടുള്ളതിന്റെ സന്തോഷങ്ങളൊന്ന് പറഞ്ഞേ. 31ാമത് ജനറൽ ബോഡിയിൽ വരാൻ വേണ്ടി പോയി സന്തോഷം. പിന്നെ ഓരോ വർഷം കൂടുമ്പോൾ ആളുകളെ കാണാമല്ലോ എല്ലാവരും. അതിലൊരു സന്തോഷമുണ്ട്. ഏതാണ് ഇനി പുതിയ സിനിമകളും കാര്യങ്ങളൊക്കെ? പുതിയ സിനിമ ഇറങ്ങാൻ റെഡിയായിട്ടത് പെരുങ്കളിയാട്ടം.
പിന്നെ ദുരൂഹ സാഹചര്യത്തിലുണ്ട്, പെണ്ണ് കേസുണ്ട്, വിസ്ത വില്ലേജ് എന്ന് പറഞ്ഞ വിഷയം. ഇതിങ്ങനെ സിനിമ പറയുന്ന പോലെ ഇനി മടക്കണ്ട ഒടിഞ്ഞു പോവും എന്നുള്ള ഡയലോഗ് ഞാൻ പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരുപാട് നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. ഇനിയും ഞങ്ങൾക്ക് സിനിമകളിലൂടെ ഓർത്തിരിക്കുന്ന നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ തരാനായിട്ട് സാധിക്കട്ടെ. എല്ലായിടത്തും ഒക്കെ പോയി കണ്ട് വിസിറ്റൊക്കെ ചെയ്തോ? സന്തോഷം അല്ലേ? അപ്പം എന്താ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനായിട്ടുള്ളത്? ഈ ഒരു മീറ്റിങ്ങിന് വന്നതിന് പുറമെ നമ്മൾ ഇപ്പം എന്താ അവരോട് പറയാനുള്ള ഒരു ചെറിയൊരു ഗുഡ് മെസ്സേജ് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, ഇപ്പോഴത്തെ പ്രത്യേക ഒരു കാലഘട്ടത്തിൽ നമ്മളെ ലഹരിക്കെതിരെ ഉള്ളൊരു പോരാട്ടം, മനുഷ്യ സാഹോദര്യം, പരസ്പര സ്നേഹം, ഇതൊക്കെ നടത്തുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നൊരു വക്കീൽ കഥാപാത്രം കൂടെ ചെയ്തിട്ടുള്ളത് കൊണ്ടും അതിനെ ഞാൻ കൂട്ടിക്കലർത്തി ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പം സാർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ലഹരികൾക്ക് ഇതായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിനെതിരെ എന്ന് പറയുമ്പം എന്തായിരിക്കും പറയാനായിട്ട് വെച്ചത്? നമ്മുടെ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ജനറേഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇല്ല, ഓരോ കാലത്തും ജനറേഷൻ ഇങ്ങനെ മാറുന്നു. അപ്പൊ അങ്ങനെ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, എല്ലാ കാലത്തും ഉണ്ട് ലഹരി, പക്ഷെ ഇപ്പൊ അത് കൂടുതലാണ്, കുറച്ച് കൂടുതലാണ്. അത് നമുക്ക് എന്തായാലും ഒഴിവാക്കപ്പെടേണ്ടതാണ്, അത് തിരുത്തപ്പെടേണ്ടതാണ്. എന്തായാലും മാറ്റം വരും. അപ്പൊ അതുപോലെ തന്നെ സംഭവിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഹലോ, സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷം പോലെ. ഒറ്റ സെക്കൻഡ് ഇല്ലില്ല, രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ തന്നെ ടീമാണ് രജിസ്റ്റർ ചെയ്യാനിരിക്കുന്നത്. ഒറ്റ കാര്യമുള്ളൂ, സന്തോഷത്തോടെ കൂടി വന്നിരിക്കുകയാണ്. ആ എക്സൈറ്റ്മെന്റ് ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് പോകും, അത്രേ ഉള്ളൂ. എന്ത് എക്സൈറ്റ്മെന്റ്? ഞങ്ങളുടെ കൊളീഗ്സ് കൂടി കണ്ടുകിട്ടുന്നല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാവരുടെയും സന്തോഷം. എല്ലാവരും തമ്മിൽ കാണുന്നത്. ഇവിടെ വളരെ ടാലന്റ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഹലോ ചേട്ടാ, സുഖമായിട്ടിരിക്കണോ? നമസ്കാരം. അപ്പോ എന്താ പറയാനായിട്ടുള്ളത് ഈ ഒരു മൊമെന്റില്? ഈ ഒരു മൊമെന്റിൽ സന്തോഷമാണ്. കാരണം വർഷത്തിലൊരിക്കലും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓണം വിഷു ഒക്കെ വരില്ലേ, അതുപോലെ കാത്തിരിക്കുന്ന ദിവസം. ഒരുപാട് താരങ്ങളുടെ കൂടെ ഒരു കുഞ്ഞു താരവും. അങ്ങനെ ഇവിടെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, വലിയ താരം ചെറിയ താരം അങ്ങനെ ഇല്ല, എല്ലാവരും ഒന്നാണ്. മോഹൻലാൽ, വിനോദ് ഗൗർ ഒക്കെ ഒരുപോലെ. അപ്പം ഇനിയും ഒരുപാട് നല്ല നല്ല എന്താ പറയാ, എല്ലാവരും സന്തോഷത്തോടു കൂടി എല്ലാവരും കാത്തു ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ ഉള്ള എല്ലായിടത്തും ഒക്കെ പോയി കണ്ട് സന്തോഷമായി. രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു, രജിസ്ട്രേഷൻ കഴിയണം, രജിസ്ട്രേഷൻ മുകളിലേക്ക് പോവാണ്. അപ്പൊ ഇവിടുത്തെ തിരക്കുകളും കാര്യങ്ങളും. അപ്പൊ ഒരുപാട് സന്തോഷം ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ഹലോ അമ്മ, സുഖമാണോ? സുഖം, പരമസുഖം, പരിപ്പിന്റെ കൂട്ടാനും. എന്താണ് വിശേഷം? കുറേ നാളെ കണ്ടിട്ട്. നമ്മളൊരു സമയത്ത് സിനിമയുടെ ഒരു ലോഞ്ചിങ്ങിന് കണ്ടു പോന്നതാ. ഒരു എനിക്ക് 16 വയസ്സല്ലേ? ഓ എനിക്ക് അന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് 11 വയസ്സ്. അത് എന്നെക്കാളും താഴെ ഒരിക്കലും നോക്കണ്ട. എനിക്ക് 16 ആണെങ്കിൽ എനിക്ക് 17. ഞാൻ നീ ഒരിക്കലും കണക്കാക്കണ്ട. 16 മതി. പോട്ടെ അരി ആയിക്കോട്ടെ, അര ഞാൻ കുറച്ചു ഇച്ചിരി കുറച്ചിട്ടുണ്ട്. എന്നോടുള്ള സ്നേഹം കൊണ്ട് ഒരു 1/2 വയസ്സ് കുറച്ചു. സ്നേഹം വെറുതെ ഒന്നല്ല, എന്റെ ചെറുപ്പം സെയിം ഇതായിരുന്നു. എങ്ങനെ പറ്റുന്ന എനിക്ക് അറിയേണ്ടത്. നല്ല ഇതെല്ലാം കൊണ്ട് ഒരു സമാധാനമായി. ഞാൻ മാത്രമല്ല പൊക്കം കുറവ് എനിക്കുണ്ട് കേട്ടോ. നിന്റെ കാൽമിടിക്കാൻ നോക്കാം. എന്റെ കാൽമിടിക്കാൻ അത് ശരിയാ, എന്റെ കാലിൽ ഹീലുണ്ട്. നമ്മളെ ഞാൻ ഇത്രയും തന്നെ ഉള്ളൂ. പക്ഷെ ഭയങ്കര സന്തോഷാണ്. സുഖമായിട്ടിരിക്കണം അല്ലേ? സന്തോഷമായിട്ടിരിക്കണം. അപ്പൊ എല്ലാരും കൂടി ചേരുകയാണ്. അപ്പൊ എന്താ പറയാനുള്ളത് ഈ ഒരു മൊമെന്റ്? ഈ ഒരു ദിവസത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷം അല്ലേ? കാരണം നമ്മൾക്ക് ഇനി അടുത്ത വർഷമാണ്. അന്നൊക്കെ ആരൊക്കെ ഉണ്ടാവും, ആരൊക്കെ പോകും, ആരൊക്കെ ഇരിക്കുന്നത് പറയാൻ പറ്റില്ല. കാണുന്നത് വളരെ സന്തോഷം. ഒരുപാട് എന്താ പറയുക, ഈ ഒരു ദിവസത്തിന് കാത്തിരിക്കുന്നു. ഈ ഒരു ദിവസം കഴിഞ്ഞാൽ ഒരുപാട് ആയുസ്സും ആരോഗ്യം നമുക്ക് കിട്ടുന്നത് പോലെയാണ്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അമ്മനെ കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ ആ ഒരു ആട്ട് കേട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. എനിക്കറിയാം അതിന് പറ്റിയ സാഹചര്യം സമയവും അല്ലാന്ന് എനിക്കറിയാം. വരും ജോയിൻ ചെയ്യും, എല്ലാവരും വരും, എല്ലാവരും സന്തോഷമാണ്. നമ്മൾ മലയാള സിനിമയിലെ അമ്മമാരെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് എല്ലാവരും കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അതാ എനിക്കിപ്പം ലോട്ടറി അടിച്ച ഫീലിംഗ് ആണ് കേട്ടോ. ഇത്രയും വലിയ അമ്മമാരുടെ കൂടെ ഇവിടെ നിൽക്കാൻ പറ്റാന്ന് പറഞ്ഞിട്ട്. അതെ എല്ലാവരെയും കാണുക, എല്ലാവരുടെ കൂടെ നടക്കുക, ഭക്ഷണം കഴിക്കുക, സന്തോഷമാണ് അല്ലേ? കൊല്ലത്തിലൊരിക്കൽ കിട്ടുന്ന ഭാഗ്യം ഞങ്ങളുടെ. സിനിമാക്കാരുടെ ഒരു ലോട്ടറി ദിവസമാണെന്ന് തന്നെ പറയുന്നത് അല്ലേ? ഇപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആനന്ദകരമായ ദിവസമാണ് അമ്മയുടെ ആഘോഷം അല്ലേ? ഇങ്ങനെ ഒന്നിച്ച് എല്ലാവരും കൂടി കാണാൻ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാ അമ്മമാർക്കും ഒരുപാട് താങ്ക് യു പറയാണ്. താങ്ക് യു വെരി മച്ച്. ചേട്ടാ എന്താണ് വിശേഷം? 916 കുഞ്ഞൂട്ടൻ അടിപൊളിയായിട്ട് കണ്ടിരുന്നു. നല്ല പെർഫോമൻസ് ഒരുപാട് നാളത്തിന് ശേഷം. അപ്പൊ ചേട്ടാ ഫാമിലി മീറ്റപ്പിന് ആദ്യമായിട്ടോ ഇത്? ജനറൽ ബോഡിക്കൊക്കെ ആദ്യമായിട്ടാണ്? നേരത്തെ വരുന്നുണ്ട്. എത്ര വർഷമായി? വർഷങ്ങളായിട്ടുണ്ട്. എത്ര വർഷമായി വന്നു തുടങ്ങിയിട്ട്? അസോസിയേഷനിലോ
അല്ല മീറ്റപ്സ് പോലത്തെ ഈ ജനറൽ ബോഡിക്കൊക്കെ വന്നു തുടങ്ങിയിട്ട് എത്ര കാലം? ഒരു 10-12 വർഷത്തിന് മേലെയായി ഞാൻ വരുന്നുണ്ട് അല്ലേ? എന്താണ് ഈ തവണ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടർ എന്താണ്? എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്നിച്ച് കാണുക, പിന്നെ അസോസിയേഷൻ്റെ പുതിയ പുതിയ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും, പിന്നെ എല്ലാവരെയും കാണുമ്പോഴും, പിന്നെ ഇവിടുന്ന് അസോസിയേഷൻ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ട് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ നമുക്ക് ഫീൽഡിൽ ഒരു ഊർജ്ജമുണ്ട്, നമ്മുടെ കൂടെ എല്ലാവരും ഒക്കെ ഉണ്ടെന്നൊരു തോന്നൽ വരും. അതൊരു വലിയൊരു എന്താ പറയുന്നത്, ഒരു വലിയ അതെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായ ഒരു അസോസിയേഷനല്ലേ നമ്മുടെ അസോസിയേഷൻ. സ്വാഭാവികമായിട്ടും അവരൊക്കെ തന്നെ വളരെ അത്ഭുതത്തോടെ നോക്കി കാണുന്നില്ലേ. അതെ മറ്റ് ഇൻഡസ്ട്രീസ് നോക്കി കാണുന്നത്. അപ്പം ഈ അതിലൊരു ചെറിയ അംഗമാണ് ഞാൻ. അങ്ങനെയല്ല, ചെറിയ വലിയ അംഗം അങ്ങനെ. അപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഇവിടെ ചെറുതും വലുപ്പമൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ ആണെന്ന്. അങ്ങനെ തന്നെയാണ് നമുക്ക്. എനിക്കൊരു വലിയ സന്തോഷമാണ്, കാരണം അമ്പിളിച്ചേട്ടനൊപ്പമാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്, അമ്പിളിയമ്മാവൻ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു കരിയർ ചേഞ്ച് അല്ല, ഒരു കരിയർ ഗ്രാഫ്. അതിനകത്ത് വളരെ സ്വാധീനം ചെലുത്തിയൊരു സിനിമയാണ് അത്ഭുത ദ്വീപ്. അതിലെൻ്റെ അമ്മാവനായിട്ടും അദ്ദേഹം ഉണ്ടായിരുന്നു. അതെ. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് കുറേ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ അസോസിയേഷന്റെ മീറ്റിങ്ങിന് ആദ്യമായിട്ട് വരുന്നു, കുറച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം. പ്രത്യേകിച്ച് ഈ ഒരു ചെറിയ ബുദ്ധിമുട്ടിനിടയിലും അദ്ദേഹം ഇവിടെ വന്ന് എല്ലാവരെയും കാണാൻ കാണിക്കുന്ന ഒരു താല്പര്യവും മനസ്സും ഉണ്ടല്ലോ, അത് വലിയ കാര്യം തന്നെ. അത് മാത്രമല്ല, ഇതിൽ ഇവിടുത്തെ മുതിർന്ന അംഗങ്ങൾ പലരും ഉണ്ട്, അവർക്കൊക്കെ അമ്പിളിച്ചേട്ടനെ കാണാനുള്ള ഒരു വലിയ അവസരം. പ്രത്യേകം അതിന് അസോസിയേഷനോട് താങ്ക്സ് പറയാണ്. അതെ, അമ്പിളിച്ചേട്ടനോട്. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.